നമസ്കാരം. ഇറാൻ തങ്ങളുടെ ആവനാഴിയിലെ പുതിയ ആയുധങ്ങൾ ലോകത്തിനു മുന്നിൽ അനാവരണം ചെയ്യുന്നത് തുടരുന്നു. അത്യാധുനിക റഷ്യൻ വിമാനമായ യാക് 130 ആണ് ഏറ്റവും പുതിയതായി ഇറാൻ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചത്. റഷ്യയുടെ തന്നെ അത്യാധുനിക ഫൈറ്റർ ജെറ്റുകളായ 5ാം തലമുറയിൽപ്പെട്ട Su-57ഉം 4.5 ജനറേഷനിൽപ്പെട്ട Su-35ഉം ഒക്കെ അനായാസം കൈകാര്യം ചെയ്യാൻ യാക് 130യിലൂടെ ലഭിക്കുന്ന പരിശീലനം കൊണ്ട് പൈലറ്റുമാർക്ക് കഴിയും. യാക് 130 എന്നത് ഒരു സബ്സോണിക് 2-സീറ്റ് ജെറ്റ് ട്രെയിനർ വിമാനമാണ്. റഷ്യയിലെ യാക്കോവ്ലേവും ഏർമാക്കിയും ചേർന്നാണ് ഇത് വികസിപ്പിച്ചത്. എന്നാൽ ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇതൊരു പരിശീലന വിമാനം മാത്രമല്ല, മറിച്ച് ഇതിനെ ഒരു ലൈറ്റ് അറ്റാക്ക് ജെറ്റായും പ്രവർത്തിപ്പിക്കാവുന്നതാണ്. തെക്കു പടിഞ്ഞാറൻ ഇറാനിൽ നടന്നുവരുന്ന സോൾഫാക്കർ 1403 ട്രൈ സർവീസ് യുദ്ധാഭ്യാസത്തിനിടയിലാണ് യാക് 130 ലോകത്തിനു മുന്നിൽ ഇറാൻ അവതരിപ്പിച്ചത്. 1990കളിൽ വാങ്ങിയ റഷ്യയുടെ MiG-29 ഫൈറ്റർ ജെറ്റുകൾക്കിപ്പുറം യുദ്ധവിമാനങ്ങളൊന്നും തന്നെ ഇറാൻ സ്വന്തമാക്കിയിരുന്നില്ല. എന്നാൽ സമീപകാലത്ത് റഷ്യയിൽ നിന്ന് അത്യാധുനികമായ Su-35 യുദ്ധവിമാനങ്ങൾ ഇറാൻ സ്വന്തമാക്കിയിരുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പരിശീലനത്തിനിടെ 2 MiG-29 യുദ്ധവിമാനങ്ങൾക്കൊപ്പം പറന്നുയർന്ന യാക് 130 ജെറ്റിന് അതിൽ സജ്ജീകരിച്ചിരിക്കുന്ന മിസൈലുകൾ ഉപയോഗിച്ച് ശത്രു ഡ്രോണിനെ നിഷ്പ്രയാസം തകർക്കാൻ കഴിഞ്ഞു. ഇറാൻ തങ്ങളുടെ സൈന്യശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള സുപ്രധാന നീക്കങ്ങളുമായി മുന്നോട്ടു തന്നെ പോവുകയാണ്. യാക് 130 വിമാനങ്ങളുടെ വരവ് ഇറാൻ വ്യോമസേനയ്ക്ക് പുതിയ ശക്തി നൽകുമ്പോൾ അത് മിഡിൽ ഈസ്റ്റിലെ ശാക്തിക സമവാക്യങ്ങളെ തന്നെ ബാധിക്കുന്ന ഒന്നാണ്. ഈ നീക്കം റഷ്യയും ഇറാനും തമ്മിലുള്ള സൈനിക ബന്ധം കൂടുതൽ ദൃഢമാകുന്നതിൻ്റെ സൂചനയാണ്. സമീപകാലത്തായി ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യാപാര സൈനിക മേഖലകളിൽ നിരവധി കരാറുകളിലാണ് ഒപ്പുവെച്ചത്. ഇനി വരുന്ന സമയത്തും ഇറാനും റഷ്യയും തമ്മിലുള്ള സഹകരണം കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാനാണ് സാധ്യത, പ്രത്യേകിച്ച് അന്താരാഷ്ട്ര ഉപരോധങ്ങൾ ഇരു രാജ്യങ്ങളുടെയും മേൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ. യാക് 130 മാത്രമല്ല, മറ്റു പല സൈനിക കാര്യങ്ങളിലും റഷ്യയും ഇറാനും തമ്മിൽ സഹകരിക്കുന്നുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധസമയത്ത് റഷ്യയ്ക്കായിട്ട് നിരവധി ഡ്രോണുകളും മിസൈലുകളുമാണ് ഇറാൻ നൽകിയത്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം വില കുറഞ്ഞ ഡ്രോണുകളും മിസൈലുകളും ഇറാനിൽ നിന്ന് ലഭിച്ചത് വളരെയധികം ഉപകാരപ്രദമായ ഒരു കാര്യമായിരുന്നു. അതുമൂലം അന്ന് യുക്രൈനെതിരെ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ റഷ്യയ്ക്ക് കഴിഞ്ഞു. എന്തായാലും യാക് 130യുടെ കടന്നുവരവോടെ ഇറാന്റെ വ്യോമസേനയുടെ നവീകരണത്തിന് തുടക്കമായി എന്ന് വേണമെങ്കിൽ പറയാം. ഇത് അമേരിക്കയെയും ഇസ്രയേലിനെയും കൂടുതൽ അസ്വസ്ഥമാക്കുന്നു. ഏതു നിമിഷവും റഷ്യയുടെ പല അത്യാധുനിക ഫൈറ്റർ ജെറ്റുകളും ഇറാൻ സേനയ്ക്ക് സ്വന്തമാകുമെന്നാണ് യുദ്ധവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്.